സോ നമുക്കൊരു ഫസ്റ്റ് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് വേണ്ടത്, നമുക്ക് ഒരു ഡേറ്റ വേണം. ഓക്കെ, ആ ഡേറ്റ നമുക്ക് നമ്മുടെ ഒരു സോഴ്സിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോഴ്സിലായിരിക്കും റിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സീക്വൽ ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സൽ ഫോർമാറ്റിലായിരിക്കും, അല്ലെങ്കിൽ സാപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലൗഡിലോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഷെയർ പോയിൻറ്റ് ഫോൾഡറിലായിരിക്കും. സോ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ആ ഒരു ഡേറ്റാനെ കണക്ട് ചെയ്തതിന് ശേഷം ആ കണക്ട് ചെയ്യുന്ന ഡേറ്റാനെ നമ്മൾ നമ്മുടെ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഡേറ്റാസാണുള്ളത്. ഓക്കെ, സെയിൽസ് ഡീറ്റെയിൽസ്, കസ്റ്റമർ ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസ്. സോ ഇതെല്ലാം ഞാൻ നമ്മുടെ ഒരു എക്സൽ ഫയലിൽ നിന്നാണ് ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് അറിയാം, നമുക്ക് ന്യൂ സോഴ്സിൽ പോവുക, നമുക്ക് എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക, ബ്രൗസ് ചെയ്ത് ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ, നമ്മുടെ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ട്രാൻസ്ഫോം ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് കിട്ടും. സോ ഫോർ ദ ടൈം ബി നമുക്ക് ഞാൻ എൻ്റെ ഡേറ്റാസൊക്കെ ഞാൻ ലോഡ് ചെയ്തേക്കുകയാണ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും, അപ്പെൻഡ് ചെയ്യാം, റോസ് ആഡ് ചെയ്യാം, റോസ് ഡിലീറ്റ് ചെയ്യാം, കോളം ആഡ് ചെയ്യാൻ സാധിക്കും, ലൈക്ക് കസ്റ്റം കോളം യൂസ് ചെയ്തിട്ട്. പിന്നെ സ്പ്ലിറ്റ് കോളംസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റോസിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ, ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ n നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമുക്ക് ആ പെർട്ടിക്കുലർ നമ്മുടെ റോ ഡേറ്റ വെച്ചിട്ട് നമുക്ക് വേണ്ടുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുക്കുന്നത് ഈ ഒരു പവർ ക്വറി എഡിറ്റർ വിൻഡോയിലാണ്. ഓക്കെ, നമ്മൾ ആ ട്രാൻസ്ഫോർമേഷന് ശേഷമാണ് നമുക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓർഡർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ ഐ ഡി, പ്ലേസ് ഐ ഡി, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇതിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൊണ്ടുവരണം. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഇല്ല. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കോളംസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് സെയിൽസ് കോളം ഉണ്ട്, കോസ്റ്റും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കോളംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആഡ് കോളംസ് കൊടുക്കുന്നു. ആഡ് കോളം കൊടുത്തതിന് ശേഷം കസ്റ്റം കോളം കൊടുക്കുന്നു. കസ്റ്റം കോളം കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഹെഡർ ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഫോർമുല കൊടുക്കുന്നു. സെയിൽസ് മൈനസ്, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, സെയിൽസ് മൈനസ് എന്താണ്? കോസ്റ്റ്. ഓക്കെ, നമുക്ക് നോ സിൻടാക്സ് എറേഴ്സ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ്, ആ ഒരു ഗ്രീൻ ടിക്ക്, വിച്ച് മീൻസ് നമ്മുടെ ഫോർമുല കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ അതിൻ്റെ ടൈപ്പ് നമുക്കിപ്പോൾ ABC 1 2 3 എന്ന ഫോർമാറ്റിലാണ്. അതിനെ നമുക്ക് ഹോൾ നമ്പർ ഫോർമാറ്റിലേക്ക് ഞാനതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ എനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫയൽ ഓക്കെ നമുക്ക് ഫൈനാണിപ്പോൾ. നെക്സ്റ്റ് ഡേറ്റ സെറ്റ് കസ്റ്റമർ ഡീറ്റെയിൽസ്. ഓക്കെ, കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡേറ്റ സെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നമ്മുടെ കസ്റ്റമർ ഐ ഡിയും കസ്റ്റമർ നെയിമും നമ്മുടെ ഫസ്റ്റ് ഒരു കോളമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റോ ആയിട്ടാണ് കിടക്കുന്നത്, നമ്മുടെ ഹെഡേഴ്സ് ആയിട്ടല്ല. സോ നമുക്കറിയാം നമ്മൾ അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോമിൽ പോവുക, യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഐ ഡിയും കസ്റ്റമർ നെയിമും നമ്മുടെ ഹെഡേഴ്സ് ആകും, അല്ലാണ്ട് നമ്മുടെ ഫസ്റ്റ് റോ ആകത്തില്ല. ഓക്കെ, സോ അപ്പം ഈ ഒരു ഡേറ്റ സെറ്റ് നമ്മൾ കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഓർഡർ ഡീറ്റെയിൽസിനകത്ത് എല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് പ്ലേസ് ഡീറ്റെയിൽസിനകത്തും പ്ലേസ് ഐ ഡി, സിറ്റി, സ്റ്റേറ്റ് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഫോർമാറ്റിലാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിലും നമ്മുടെ ഈ ഹെഡേഴ്സ് റോസ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മളതിനെ ഫസ്റ്റ് റോസ് ഹെഡേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതും നമ്മൾ ഗുഡ് ടു ഗോ ആയി. സോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ ഡേറ്റ സെറ്റ്സും ഇതുപോലെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ പവർ ബി ഐയുടെ റിപ്പോർട്ടിംഗ് പേജിലേക്ക് പോകും. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ നമ്മൾ കണ്ടു ലോഡ് എന്ന് പറഞ്ഞ് കണ്ടു, ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്രീൻ ടിക്സ് കണ്ടു, വിച്ച് മീൻസ് നമ്മുടെ എറർ ഫ്രീ ആണ്. നമുക്ക് വിഷ്വലൈസേഷനിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ,
നമുക്ക് ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പുതിയ വിൻഡോ വന്നു, പുതിയൊരു ഫീൽഡ് വന്നു, ഡേറ്റ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫീൽഡ് വന്നു. ഇതിലാണ് നമ്മുടെ എല്ലാ ഡേറ്റ സെറ്റ്സും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ലോഡ് ചെയ്ത എല്ലാ ഡേറ്റ സെറ്റ്സും ആ ഡേറ്റ സെറ്റ്സിൻ്റെ കോളംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഡേറ്റ എന്ന് പറഞ്ഞ നമ്മുടെ പെയിനാണ്. വിഷ്വലൈസേഷൻ പെയിൻ പോലെ തന്നെ അടുത്ത പെയിനാണ് ഡേറ്റ. ഈ ഡേറ്റ പെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിഷ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന വിഷ്വൽസാണ് വിഷ്വൽ പെയിനിലുള്ളത്. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു ഇതിൽ എന്തൊക്കെ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ടുവരാൻ സാധിക്കുന്ന നമ്മൾ ചെയ്യുന്നതാണ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ പെയിൻ. ഓക്കെ, സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പോർട്ട് വ്യൂ എന്ന് പറഞ്ഞ പേജ്, ഇതാണ് നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെ ഡേറ്റ വ്യൂ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ഓക്കെ, നമ്മൾ കലണ്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കലണ്ടറിൻ്റെ ഒരു ഡേറ്റ വ്യൂ, എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കസ്റ്റമർ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, ഓർഡർ ഡീറ്റെയിൽസിനകത്ത് ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ്, പ്ലേസ് ഡീറ്റെയിൽസ്, ദെൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, സെയിൽസ് ഡീറ്റെയിൽസ്. അപ്പം എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഇപ്പം സെയിൽസ് ഡീറ്റെയിൽസിൽ ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഓക്കെ, അത് നമുക്കിതിൽ വ്യൂ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു മോഡൽ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഫീൽഡുണ്ട്. ഈ ഒരു വ്യൂവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ മോഡൽ വ്യൂ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മിനിമൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഫീൽഡുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ഡേറ്റാസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റ സെറ്റ്സ് ഉണ്ടോ ആ ഡേറ്റ സെറ്റ്സിൻ്റെ നമ്മുടെ റിലേഷൻഷിപ്സ് കാണിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എടുക്കുമ്പോൾ ജസ്റ്റ് ഞാൻ സൂം ഇൻ ചെയ്യുകയാണ്. ഓക്കെ, എനിക്ക് പ്ലേസ് ഡീറ്റെയിൽസും എൻ്റെ സെയിൽസ് ഡീറ്റെയിൽസും, സെയിൽസ് ഡീറ്റെയിൽസും തമ്മിൽ ഒരു റിലേഷനുണ്ട് പ്ലേസ് ഐ ഡി വെച്ചിട്ട്. അതേപോലെ തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസും സെയിൽസ് ഡീറ്റെയിൽസും തമ്മിൽ കസ്റ്റമർ ഐ ഡി. ഓക്കെ, നമുക്ക് ആ ഒരു ലൈനിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഓർഡർ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് അറിയാം എന്ത് വെച്ചിട്ടാണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഹോവർ ചെയ്യുക, ഓർഡർ ഐ ഡി. പക്ഷേ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിന് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഇതുവരെയും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, അപ്പോൾ നമുക്ക് ആ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ നമുക്ക് മാനേജ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സെലക്ട് ചെയ്യുക, ന്യൂ കൊടുക്കുക. അതിനുശേഷം ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും അതിനകത്തെ പ്രൊഡക്റ്റ് ഐ ഡിയും അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഡീറ്റെയിൽസിനകത്തും പ്രൊഡക്റ്റ് ഐ ഡിയും വെച്ചിട്ട് മെനി ടു മെനി റിലേഷൻഷിപ്പ് കൊടുക്കുന്നു. ക്ലോസ് കൊടുത്തു. സോ നമുക്കിവിടെ പ്രൊഡക്റ്റ് ഐ ഡി വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം മൾട്ടിപ്പിൾ ഡേറ്റ സെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ സെറ്റ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി നമ്മുടെ റിപ്പോർട്ട് വ്യൂവിലേക്ക് പോകുന്നു. റിപ്പോർട്ട് വ്യൂവിൽ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിന് മുന്നേ നമ്മുടെ ക്യാൻവാസിനെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഞാൻ കസ്റ്റം കൊടുത്തു. ഹൈറ്റ് ഞാനൊരു 800 ആക്കുന്നു. ഓക്കെ, ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തതാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പം വൈറ്റ് ആണ്, അതിന് വേണം ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഓക്കെ, ജസ്റ്റ് ഇത് ബേസിക് പ്രിലിമിനറി സ്റ്റെപ്സാണ്, ഞാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് വിഷ്വലിലേക്ക് പോയാണ്. ഓക്കെ, നമ്മൾ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഹെഡർ കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് എന്താണ് നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ഡാഷ്ബോർഡാണോ, അല്ലെങ്കിൽ കസ്റ്റമർ ഡാഷ്ബോർഡാണോ, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഡാഷ്ബോർഡാണോ. അപ്പോൾ നമ്മൾ ആ ഒരു ഹെഡർ കൊടുക്കുന്നു. ഓക്കെ, നമുക്കിവിടെ ഒരു സെയിൽസ് ഡാഷ്ബോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇൻസേർട്ട് പോയിട്ട് നമ്മളൊരു ഷേപ്പ് എടുക്കുന്നു. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റൈൽ എടുക്കുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കളേഴ്സിൽ ഓക്കെ സെയിൽസ് ഡാഷ്ബോർഡ് ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് എൻ്റെ ഒരു സൈസ് കൂട്ടുന്നു, ബോൾഡാക്കുന്നു. ശേഷം സെൻട്രൽ അലൈനാണ്. ഓക്കെ, 30 ആക്കുന്നു സെയിൽസ് ഡാഷ്ബോർഡ്. ഓക്കെ,